ആ അങ്ങോട്ടാ പോകാനുണ്ട്. ആ ചേട്ടാ, ഞങ്ങളൊന്ന് അക്കരെയൊക്കെ തരുമോ? ആ കേറിക്കോ. എടാ നമ്മൾ അങ്ങോട്ടാ പോന്നേ. ആ ഇനി ഇങ്ങോട്ട് വാ വിബിയെ. അല്ലടാ ഇതിപ്പോ എന്താ പരിപാടി? ഇങ്ങനെ അടങ്ങിയിരിക്കി, അവിടെ ചെറിയ പരിപാടി ഉണ്ട്. ഏട്ടാ ഒന്ന് പിടിക്കണേ, വാ. ഓ ശ്രദ്ധിക്കേ, വാ. പതുക്കെ ഇറങ്ങിക്കോളി മക്കളെ. ആ നീ എത്തിയോ? ഇങ്ങോട്ട് വാടാ ഷേണ്ണ, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇങ്ങോട്ട് വാടാ. കഴിക്കടാ. സാധനം എടുത്ത് ചെക്കൻ കൊടുക്ക്. ആ ഇതോടെ വിജിനെ ഞാൻ പോട്ടാ, ഇനി ഇവിടെ വന്നോ. എടാ പോവല്ലോ വിബിയെ. ഇവൻ എന്തെന്നാ ഇത്? ഒന്ന് എടുക്ക് വിജിനെ. നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവനെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. നീ എല്ലാം അച്ഛനോട് തുറന്ന് പറഞ്ഞില്ലേ? ആ സമയത്തെങ്കിലും നീ അച്ഛനെ ഓർത്തല്ലോ. എൻ്റെ മോന് ആ ചീത്ത കൂട്ടുകെട്ടിലേക്കൊന്നും പോയില്ലല്ലോ. അത് മതി അച്ഛൻ. ആ മാമൻ വരുന്നുണ്ട്. എന്താണ് അച്ഛനും മോനും കൂടി? അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാ. എന്തായാലും നീ വേറെ വഴിക്കൊന്നും പോയിട്ടില്ലല്ലോ. അതെ, അമ്മ മരിച്ചതിന് ശേഷം ഈ അച്ഛനിപ്പോൾ നീ മാത്രമേ ഉള്ളൂ. അതാദ്യം ഓർമ്മ വന്നു. ഓക്കെ, അച്ഛനുണ്ടടാ നിന്റെ കൂടെ എല്ലാറ്റിനും. ഭാഗത്തേക്ക് ഇരിക്കുക. ഇതാ ഇവിടെ സൈഡാക്കി നിർത്തിക്കാം. ആ നമുക്ക് ഇതിലൂടെ അങ്ങ് കയറാം. നേരം കുറെ ആയല്ലോ, മെമ്പറെ കാണുന്നില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെ ഒരു കാര്യേ, അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അവരോട് പറഞ്ഞു നോക്കാം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അവര് ഇവിടെ ഇരിക്കാന്നല്ലേ പറഞ്ഞത്? എന്നോട് പറഞ്ഞ് ഈ പാലം കഴിഞ്ഞിട്ട് കനാലിന്റെ സൈഡിൽ ഇരിക്കാന്ന് എന്നോട് പറഞ്ഞത്. ആ മെമ്പർ തരുന്ന അവരെവിടെയാ ഉള്ളത്?
അവരിപ്പോ ഈ വഴിക്ക് വരും മെമ്പറെ. നമുക്കൊന്ന് പോലീസ് അറിയിച്ചാലോ? അതിനു മുമ്പ് നമുക്ക് അവരെ ഒന്ന് ഉപദേശിച്ച് നോക്കാം. അതാണ് അതിന്റെ ശരി. ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. നിങ്ങൾ ഈ ലഹരിയും മദ്യപാനവും ഒക്കെ ഉപയോഗം കൊണ്ട് നിങ്ങളുടെ കുടുംബവും നിങ്ങളും മറ്റുള്ള യുവാക്കളെയും നാടും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ? മെമ്പറെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ പിന്നെ കാണാം. വിജിനല്ലത് ഇവനവരെ കൂടെ കൂടിയോ? ഇവരെന്താ പറ്റിയേ? അയ്യോ എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? മോനെ ഇവിടെ എന്റെ അയ്യോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. റിപ്പോർട്ട്സ് എവിടെ? നിജിനൊന്ന് കുറച്ചു നേരം പുറത്തിരിക്കൂ, ഞാൻ ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ മാഡം, എൻ്റെ മോൻ എന്തെങ്കിലും? വിജിൻ്റെ റിപ്പോർട്ട്സ് പ്രകാരം കുറച്ചൊരു മോശം അവസ്ഥയിലാണ്. അവൻ്റെ ആൽക്കഹോൾ ഡ്രിങ്കിങ് ആണ് പ്രധാന കാരണം. ഓവറായിട്ട് ആൽക്കഹോൾ എടുത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ലിവർ ഡിസീസാണ്. ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മെഡിസിൻ കൊണ്ട് വല്ലാതൊരു ഗുണം ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ മാഡം? ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കരൾ മാറ്റി വെക്കുക. പക്ഷെ അതിനൊരു ഡോണറേയും കൂടെ കിട്ടണം. നമുക്ക് ലിവർ കൊടുക്കാൻ പറ്റുന്ന ഡോണറേയും കൂടെ നമുക്ക് കിട്ടണം. മാഡം, ഓപ്പറേഷനിൽ പെട്ടെന്ന് ഒരു സാമ്പത്തികം അവർക്ക് ഉണ്ടാവില്ല. ഒരു പാവപ്പെട്ട കുടുംബമാണ്. കുറച്ചൊരു സാവകാശം കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വിഷമം. ഇതിപ്പം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു ഡോണറെ നമ്മൾ കണ്ടെത്തണം. ഫിനാൻഷ്യലി ഉള്ള ആളുകളാണെങ്കിൽ പോലും ഡോണറൊക്കെ കിട്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എത്രയോ രോഗികൾ സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടും ഡോണറെ കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ രോഗികൾ. വിഷമിക്കണ്ട, നിങ്ങളാണ് അവന് ധൈര്യം കൊടുക്കേണ്ടത്. ഓക്കെ? കാരണം അവന് പാകെ തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. ഓക്കെ? അല്ല, ഇന്നിപ്പോ കലക്ഷനൊക്കെ കുറവാണല്ലോ മെമ്പറെ. അത് കള്ളും കുടിച്ച് കരള് പോയാൻ എന്തിനാണ് സഹായിക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇതൊക്കെ ചീത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണ്. അതെ. ഇതാണ് നമ്മുടെ വിജിന്റെ ഫ്രണ്ട് ബിബിന്റെ വീട്. ഇവിടെ നിന്ന് കയറാം.
ഇത് എൻ്റെ ഫ്രണ്ട് വിജിൻ്റെയാ. അവനിപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്. അച്ഛാ നമുക്ക് അവനെ രക്ഷപ്പെടുത്തണ്ടേ? നമ്മളെ ഈ അവസ്ഥയിൽ നമ്മൾ എന്താ മോനെ ചെയ്യുക? നമുക്ക് ആധാരവും ബാങ്കിൽ വെച്ച് ലോൺ എടുത്താലോ? ഞാൻ എന്നാ അവനെ കണ്ടിട്ട് വേഗം വരാം. പുറത്തോട്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ചേട്ടാ ഞങ്ങളുടെ കാറായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയാ. ഓനെ വളർത്താൻ മൂപ്പർ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം രമേശ് ഇപ്പൊ ഓരോടൊന്നും പറയണ്ട. രാഘേട്ടാ, വിപിൻ എങ്ങനെ ഉണ്ട്? വിജയേട്ടാ, മോനിപ്പോ എങ്ങനെയുണ്ട്? അവന്റെ കാര്യം വലിയ കഷ്ട. അതിന്റെ കൂടെയാണ് ഇപ്പോ ഇതും കൂടി. വിജയ, നിന്റെ മോന് വേണ്ടി ഞങ്ങളുടെ ആധാരം വരെ പണയം വെക്കണമെന്ന് പറഞ്ഞതാ അവൻ. അവനെ കാണാൻ ആസ്പത്രിയിലേക്ക് വരുന്ന വഴിക്കാണ് എന്റെ മോന്. എനിക്ക് സഹിക്കുന്നില്ല. നമുക്ക് ആധാരവും ബാങ്കിൽ വെച്ച് ലോൺ എടുത്താലോ? ഞാൻ എന്നാ അവനെ കണ്ടിട്ട് വേഗം വരാം. വിപിന്റെ ബൈസ്റ്റാൻഡർ ഡോക്ടർ വിളിക്കുന്നുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. പക്ഷെ
എന്തിനാ ഇപ്പൊ വന്നത്? വിജിനെ ഒന്ന് കണ്ടോട്ടെ. വിജിനെ കാണാനോ? നിങ്ങളുടെ പാവത്തിനെ വിജിന്റെ അമ്മയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് മോനെ? ബിബി വന്നില്ല? ഞങ്ങൾ ഓനെ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ലായിരുന്നു. മോനെ, നിന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വരുന്ന വഴിക്ക് വിപിന്റെ വണ്ടി ഒരു കാറായിട്ട് കൂട്ടിയിടിച്ചു. നമ്മളെ വിപിൻ രാഘവേട്ടന് വലിയ ആഗ്രഹമായിരുന്നു നിന്നിലൂടെ വിപിനെ കാണണമെന്ന്. അവൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ വരൂലേ? എനിക്ക് വേണ്ടിട്ടോ തുടിക്കുന്ന കരൾ വിജിന് നൽകി ഉയരിനും അപ്പുറത്തുള്ള ലോകത്ത് വിപിൻ ജീവിക്കുന്നു. ആ എന്താ ഈ വഴിക്ക്? അത് കുറച്ച് സ്റ്റാഫുകൾ വേണം ഷോപ്പിലേക്ക്. അപ്പൊ ഈ വഴിക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആ എത്തിയല്ലോ. ആ ഇവരാണോ? ആ മുന്നേ പരിചയമുണ്ടോ? ആ നേരത്തെ അറിയാതെ. അറിയാതെ. ആ എന്താ ഞങ്ങൾ ഇന്ന് മുതൽ ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം മക്കളെ.